രാവിലെ നല്ല മഴയാണ്. കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്യുമെന്ന്. പെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് പുറത്തോട്ട് പോവുകയും വേണം. ഇത് ഞാൻ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. ബീട്രൂട്ടും ക്യാരറ്റും തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. ബീട്രൂട്ടും ക്യാരറ്റും തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. കൊടുക്കണം. ബീട്രൂട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ചൊന്ന് വെള്ളം തിളച്ച് വെച്ചിട്ടുണ്ട്. മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ ഒരു എപ്പിസോഡുണ്ട് ഒരു മീൻ കറി ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ടാക്കുന്നത് നെത്തോലി മീൻ കറിയാണ്. ചെറിയൊരു ചൂട് വെള്ളത്തിൽ പേസ്റ്റ് പോലെ എടുക്കും. തേങ്ങ ഇട്ടിട്ടുണ്ട്, കുരുമുളക്, ചില്ലി പൗഡർ, കുറച്ച് കൊറിയൻഡർ പൗഡർ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. കുറച്ച് സവാള, ചെറിയ സവാള, പുതിന ചട്നിയിൽ കുറച്ച് ഉപ്പിടാം. ഇഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചിരിക്കുന്നു. ഇഡലി ഇതുവരെ റെഡി ആയിട്ടില്ല. തൈരിന് വേണ്ടിയിട്ട് പാൽ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, അത് നോക്കിക്കോളൂ. ഇത് ബ്രിഞ്ചാൾ, ഇത് മുളകാണെന്ന് തോന്നണം, ലേഡി ഫിംഗർ, ഇത് കീര നട്ടിരിക്കുന്നു, ഇത് വാഴ. ഇവിടെയാണ് ഞങ്ങൾ ചോറ് വെക്കുന്നത്. ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിരിക്കുന്നു. ഇത് കറിവേപ്പില പൊടിച്ച് വരണേ ഉള്ളൂ. കറിവേപ്പില ഇവിടെ ഒരുപാടുണ്ട്. ഇത് അടുക്കളയുള്ള സൈഡിലുള്ള ഒരു കറിവേപ്പിലയാണ്. ഇത് മുളകാണ്. അത് അങ്ങ് നിൽക്കുന്നത് കാന്താരി മുളകാണ്. ഇതൊരു 5 സ്റ്റാർ ഫ്രൂട്ടാണിത്. മരത്തിൻ്റെ കൊമ്പ് മുറിച്ചിരിക്കുന്നു. ഇത് 5 സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് മാംഗോ ട്രീ ആണ്. കൊമ്പ് മുറിച്ചിട്ടുണ്ട്. ഇവിടെ അകത്തൊരു പുളിഞ്ചിക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. തൊട്ടപ്പുറത്ത് മതിലിൻ്റെ അപ്പുറത്ത് ഒരു പുളിഞ്ചിക്ക് നിൽപ്പുണ്ട്. ഇനിയുണ്ട്. ഇത് ബാക്ക് വശമാണ്. ഞാൻ ഫ്രണ്ട് വശം പിന്നീട് കാണിച്ചു തരാം. മുട്ട വേവിച്ച് വെച്ചിരിക്കുന്നു കഴിക്കാനായിട്ട്.